എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഹസ്തഭേദത്തിലെ അസംയുക്ത മുദ്രയിൽ ബാക്കിയുള്ള 10 എണ്ണമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 8, 10 മൊത്തം 18 എണ്ണം പഠിച്ചായിരുന്നു. ഇനി നമ്മൾ 10 എണ്ണം പഠിക്കും. അതേതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ലാസ്റ്റ് 10 എണ്ണമാണേ, നമുക്ക് നോക്കാം. ഓക്കെ, കാൺകൂലശ്ച അലപത്മ ചതുരോ ഭ്രമരശ്ചൈവ ഹംസാസ്യോ ഹംസപക്ഷകഃ സംദംശോ മുകുലശ്ചൈവ താമ്രചൂത ത്രിശൂലകഃ. കാൺകൂലം പിടിക്കുന്നത് നമ്മുടെ ഈ ചെറിയ വിരലിനടുത്തുള്ള വിരൽ, ഈ വിരലില്ലേ, അത് ഇങ്ങനെ അകത്തേക്ക് മടക്കണം. എന്നിട്ടത് ഇത് 4 എണ്ണം ഇങ്ങനെ മുന്നിലേക്ക് പിടിക്കണം. ഇതാണ് കാൺകൂല. അടുത്ത അലപത്മം, ഫുള്ള് വിരലും ഇതുപോലെ വിരിക്കണം. കണ്ടോ, അലപത്മം. അടുത്തത് ചതുരം. ചതുരത്തിന് ഈ 3 വിരലുകൾ ചേർത്ത് വെക്കുക. ഈ ചെറിയ വിരൽ താഴോട്ട് കൊണ്ടുപോയി നമ്മുടെ ഈ വിരല് ഇതിൻ്റെ പുറത്ത് വെക്കണം. കണ്ട, ചതുരം. അടുത്തത് ഭ്രമരം. ഭ്രമരത്തിന് ഈ വിരല് അകത്തേക്ക് മടക്കണം. എന്നിട്ടത് ഇതിങ്ങനെ തൊടണ്ട, കുറച്ചൊന്ന് അടുത്തേക്കുക. ഇത് രണ്ടും വിരിച്ചു പിടിക്കുക. കണ്ട, ഭ്രമരം. അടുത്തത് ഹംസാസ്യം, അടുത്തുള്ള 2 വിരലുകൾ. കണ്ടോ, ഇതുപോലെ പിടിക്കണം. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. കാൺകൂലശ്ച അലപത്മ ചതുരോ ഭ്രമരശ്ചൈവ ഹംസാസ്യം. അടുത്തത് ഹംസപക്ഷം. ഈ 3 വിരലുകളും ചേർത്ത് വെച്ച് ഈ വിരൽ ഇതിൻ്റെ പുറത്ത് വെക്കുക. ഇത് നിവർത്തി പിടിക്കുക. ഹംസപക്ഷം. കണ്ടോ, ഹംസപക്ഷം. അപ്പൊ ഒന്നുകൂടെ കാണിക്കാം. കാൺകൂലം, അലപത്മം, ചതുരം, ഭ്രമരം, ഹംസാസ്യം, ഹംസപക്ഷം. അടുത്തത് സംദംശം. ഇതുപോലെ അനക്കി ചേർക്കണം. കണ്ട, സംദംശോ. അടുത്തത് മുകുളം. മുകുളം ഈ വിരലിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. കണ്ട, മുകുളം. അടുത്തത് താമ്രചൂടം. താമ്രചൂടം ഇതിങ്ങനെ എല്ലാം കൂടെ ചുരുട്ടി പിടിച്ചിട്ട് ഈ വിരലിങ്ങനെ മടക്കി പിടിക്കണം. കണ്ടോ, ഇതാണ് താമ്രചൂടം. അടുത്തത് ത്രിശൂലം. ത്രിശൂലത്തിന് ഈ 3 വിരലുകൾ ഉയർത്തിപ്പിടിക്കുക. ഈ 2 വിരലുകൾ ചേർത്ത് വെക്കുക. ത്രിശൂലം. ഇതാണ് ലാസ്റ്റ് മുദ്ര. ഒന്നുകൂടെ കാണിക്കാം. കാൺകൂലശ്ച അലപത്മ ചതുരോ ഭ്രമരശ്ചൈവ ഹംസാസ്യോ ഹംസപക്ഷകഃ സംദംശോ മുകുലശ്ചൈവ താമ്രചൂട ത്രിശൂലകഃ. അപ്പം ഇതാണ് ലാസ്റ്റ് മുദ്ര. മൊത്തം 28 മുദ്ര. നമ്മൾ എല്ലാ മുദ്രകളും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി എല്ലാം